أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. വളരെ പുണ്യമുള്ള ഒരു മാസമാണ് ഷഹ്റുല്ലാ. റജബുൻ ഷഹ്റുല്ലാ, റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച വളരെ പുണ്യമുള്ളതായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് മാസമായാൽ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണമേ, ബറക്കത്ത് നൽകണമേ. റമളാൻ മാസത്തിന് ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ എന്നുള്ള മഹത്തായ പ്രാർത്ഥന ഈ പരിശുദ്ധമായ റജബ് മാസം തുടങ്ങിയാൽ നിങ്ങൾ ആരംഭിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. കാരണം ഈ റജബിൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിനിക്കുള്ള ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, പൊറുക്കലിനെ ചോദിക്കാനുള്ള ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഫാത്തിഹുൽ ജിനാൻ, അതുപോലെ തന്നെ സാദുൽ മആദ് തുടങ്ങിയ കിതാബുകളിൽ കാണാം, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാരി ലി ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിനിക്ക് ഇസ്തിഗ്ഫാറിന്റെ പൊറുക്കലിനെ ചോദിക്കുന്നതിൻ്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ട് ഫക്സിറു ഫീഹിൽ ഇസ്തിഗ്ഫാർ, ഈ റജബ് മാസത്തിൽ നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഫഇന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു തആല ദോഷം പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. റജബുൽ അസബ്, ഈ മാസത്തിന്റെ പേരാണ് റജബുൽ അസബ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്റെ ഉമ്മത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുന്നതായ ഒരു മാസമായതുകൊണ്ട് ഈ മാസത്തിനിക്ക് റജബുൽ അസബ് എന്ന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കുക മിൻ ഖൗലി അസ്തഗ്ഫിറുല്ലാഹ വ അസ്അലുഹു തൗബ എന്നുള്ളതായ ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഈ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ വ അസ്അലുഹു തൗബ, അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുഹു തൗബ എന്ന ഈ മഹത്തായ ദിക്ർ ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട പുണ്യമായ ദിനങ്ങളാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഓരോ ദിനങ്ങളും നമുക്ക് വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി, റമളാനിലേക്ക് മുന്നൊരുങ്ങാൻ വേണ്ടി വരുന്ന ദിവസങ്ങളെ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാനിലെ നമ്മളിലേക്ക് എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.